SFIയുടെ പ്രതിനിധി സഞ്ജീവ് കൂടി ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ സഞ്ജീവ്, ഇപ്പോൾ ഗവർണറിൻ്റെ അസാധാരണമായൊരു നീക്കം വളരെ സുപ്രധാനമായൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗവർണർ ഈ VC നിയമനത്തിൽ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തണമെന്നുള്ള ആവശ്യവുമായി ഹർജി നൽകിയിരിക്കുകയാണ് കോടതിയിൽ. എങ്ങനെ പ്രതികരിക്കുന്നു? VC നിയമനത്തിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തുക എന്ന അജണ്ട യഥാർത്ഥത്തിൽ വിരൽചൂണ്ടുന്നത് സംസ്ഥാന സർക്കാരിനെ തന്നെയും നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് ഫണ്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന സർവകലാശാലകളുടെ VC-മാരെ നിയമിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഫെഡറൽ തത്വങ്ങൾക്കനുസൃതമായി കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ ക്രമത്തെ, അതും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ ആ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിക്ക് റോളില്ല എന്ന് പറയുന്നത് എത്രത്തോളം വിരോധാഭാസമാണ്. അപ്പോ ആ പൂർണ്ണമായും റോള് സംഘപരിവാറിനാണോ, അല്ലെങ്കിൽ സംഘപരിവാർ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും കേന്ദ്ര ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഗവർണർക്കോ ആണോ? ഇത് യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധവും അതോടൊപ്പം ഈ സർവകലാശാലകളെ എല്ലാം തകർക്കാനുള്ളതും സംഘപരിവാർ വൽക്കരിക്കുന്നതിന്റെയും അടുത്ത പടി കൂടി കടന്നുകൊണ്ട് ഗവർണർ ചെയ്ത ഇടപെടലാണ്. തീർച്ചയായും ശക്തമായ പ്രതിഷേധം അതിന്റെ ഭാഗമായി ജനാധിപത്യ വിശ്വാസികൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ കുറച്ചു കാലങ്ങളായി തന്നെ ഇത്തരത്തിൽ ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നമ്മൾ കാണുന്നതാണ് സർക്കാരും ഗവർണറും തമ്മിലുള്ളത്. ഇതിൽ കഴിഞ്ഞ ഗവർണറുടെ കാലത്തും അങ്ങനെ തന്നെ ഇപ്പോൾ പുതിയ ഗവർണറായി എത്തുമ്പോഴും അതേ കാര്യം തന്നെ മുന്നോട്ട് പോവുകയാണ് ഒരുപോലെ തന്നെ. ഇതിലൊരു സമവായത്തിൽ എത്തേണ്ട ഒരു ആവശ്യമില്ലേ? സമവായത്തിന്റെ കാര്യമല്ല. ഇതിനു മുമ്പും ഈ രണ്ട് ഗവർണർമാർക്ക് മുമ്പും കേരളത്തിൽ എത്ര ഗവർണർമാർ വന്നുപോയി. എപ്പോഴെങ്കിലും ഇടത് സർക്കാർ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും അതിനു മുമ്പ് എത്ര ഗവർണർമാർ ഉണ്ടായി. വളരെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ കേരളത്തിന്റെ ഗവർണർമാരായിട്ടുണ്ടായില്ലേ? എന്നാൽ ഈ ഒരു സാഹചര്യം സമവായത്തിന്റെ പ്രശ്നമാണോ ചൂണ്ടിക്കാണിക്കുന്നത്? കേരളത്തിലെ ഇടത് സർക്കാരിന്റെ താല്പര്യക്കുറവാണ്? അല്ലല്ലോ. യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ താല്പര്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ജനകീയമായി ചെറുക്കുക എന്നുള്ളത് സ്വാഭാവികമായ പ്രതികരണമാണ്. കാരണം സർവകലാശാലകൾ അതിന്റെ സ്വതന്ത്ര സ്വഭാവത്തിൽ പ്രവർത്തിക്കണ്ടേ? അതിനെ സംഘപരിവാർ വൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയുക എന്നുള്ളത് സ്വാഭാവികമാണ്. യഥാർത്ഥത്തിൽ സമവായമല്ല ഇവിടെ ആവശ്യം. യഥാർത്ഥത്തിൽ ശരിയായ നിലപാട് ഉയർത്താൻ, ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്താൻ ഗവർണർ തയ്യാറാവുകയാണ് വേണ്ടത്. ഗവർണറുടെ ഭാഗത്താണ് തെറ്റ്. ശരി, വളരെ നന്ദി ശ്രീ സഞ്ജീവ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.